ബസ്സിനേക്കാൾ കൂടുതൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 150 ബസ്, ഈ 113 എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല, വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ. അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള, ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത്, അതും ഒരു വാർഡിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ്. നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം. അദ്ദേഹം ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ, പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട്, ഈ അനുഭവം, ഈ കരാർ എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കോൺസിലിനുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധന്മാർ ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ 100 കണക്കിന് ബസ് ഓടിക്കുന്നില്ലേ? സ്വകാര്യ വ്യക്തികളിന് 1 or 2 ബസ് വാങ്ങിയ വ്യക്തികൾ 100 കണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നൊരു ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരണ്ടേ, അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. തിരുവനന്തപുരത്ത് ഞാൻ നെടുമങ്ങാടുള്ള ആളാണ്. ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം. അത് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് വിടുന്നതായിരിക്കും, ഈ ചെറിയ ബസ്സിനേക്കാൾ കൂടുതൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 150 ബസ്, ഈ 113 എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല, വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ. അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള, ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത്, അതും ഒരു വാർഡിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ്. നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം. അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കൗൺസിലറുടെ, ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ് പറഞ്ഞത്. ഇനി ഇപ്പോൾ പറഞ്ഞു 113 ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ 150 ബസ്സുകൾ KSRTC പിറ്റേ ദിവസം നിരത്തിലിറക്കുമെന്നുള്ള വാർത്ത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 150 ബസ്സുകൾ ഇറക്കി നെയ്യാറ്റിൻകരയും നെടുമങ്ങാടും കട്ടപ്പനയൊക്കെ വിട്ടിട്ട് ഈ 113 സിറ്റിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോകാം, പിന്നെ നമുക്ക് കോർപ്പറേഷന് കൂടെ അതിൻ്റെ പൈസയും കിട്ടും, നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവും. മറ്റൊന്ന്, ഈ ബസ്സുകൾ നഷ്ടമെന്നാണ് പറയുന്നത്. അല്ല, ഈ ബസ്സുകളുടെ വരുമാനവും KSRTCയുടെ മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്കൂട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം എടുത്തിട്ട് ഒരു 2 വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് നഷ്ടമെന്ന് പറയട്ടെ? അവിടെ നിന്ന് വരുന്ന പണവും KSRTCയുടെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പണവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നഷ്ടമായിരിക്കും. ആ നഷ്ടത്തിന് ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെൻറ്റോ കോർപ്പറേഷനോ അല്ല. അതുകൊണ്ട് ഗുസ്തി മത്സരത്തിനും തർക്കുത്തരം പറയാനൊന്നും ഞങ്ങളില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കാണ്, അതിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ കരാർ നടപ്പിലാക്കണമെന്ന് മുൻ ഭരണസമിതി, ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൗൺസിൽ ഈ കാര്യം ചർച്ച ചെയ്യും. അടുത്ത വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടുന്ന കൗൺസിലുകളിൽ, കാരണം കൗൺസിലർമാർ സ്വാഭാവികമായിട്ടും ബസ് അവരുടെയൊക്കെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് കോർപ്പറേഷനും കൂടി ഇടപെട്ടിട്ടുള്ള ഒരു കരാർ ഇവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾക്ക് ഇടറോഡുകളിലേക്ക് ബസ് വിട്ടുതരാൻ വേണ്ടി മേയർ ഇടപെടണമെന്നുള്ള ആവശ്യം വരും കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ ചർച്ച വരികയും കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് ആവശ്യം വരികയും കൗൺസിൽ ആ ആവശ്യം പാസ്സാക്കുകയും ചെയ്താൽ ഞങ്ങൾ ഈ കരാറിൻ്റെ കോപ്പി ഉൾപ്പെടെ രേഖാമൂലം മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ടവർക്ക് ഈ കരാർ നടപ്പിലാക്കണം എന്നുള്ള കത്ത് ഞങ്ങൾ കൊടുക്കും.